ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോഴേ ഗ്രേസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂളിലേക്ക് ഇഡ്ഡലി മതി ലഞ്ചിന്. അപ്പം ഞാൻ ദേ എണീറ്റ് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും, തലേദിവസം പാത്രം എടുത്ത് വെക്കാൻ പാടില്ല. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കും. അപ്പം അങ്ങനെ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതേ ഞാൻ വേഗം കഴുകി തീർക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫുൾ ക്ലീൻ ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മൾ ഫുൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അടുക്കളയിൽ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പക്ഷേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ തിരിച്ച് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ആകെ ഒരു മൂഡ് ഔട്ടാണ്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി വേഗം അതിനെ പറക്കിയെടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമാണ്. പിന്നെ ഇനി തേങ്ങ പൊതിച്ച് തരിപ്പില്ല, അപ്പോൾ വേഗം ഓടിപ്പോയി ഒരു തേങ്ങ പൊതിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചമ്മന്തിയും ഇഡ്ഡലിയും ആണ് കൊടുത്തയക്കണത് കേട്ടോ അവൾക്ക്. അപ്പോൾ സാമ്പാറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ചമ്മന്തിയും ഇഡ്ഡലി പെട്ടെന്ന് കഴിച്ച് തീർക്കുക എന്നുള്ളതാണ് ആളുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ റെഡിയായി. പിന്നെ അവളൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തു. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റീവ് ആണെങ്കിൽ എണീറ്റിട്ടില്ല, ലേറ്റായി അവന് ഉറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ നേരത്തെ വിളിച്ചില്ലായിരുന്നു. അവന് സ്കൂൾ ബസ് വരാണ്. അപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കട്ടെ. ഇനി നെക്സ്റ്റ് സ്റ്റീവിനെ വിടാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യേണ്ടത്. അവന് ഇഡ്ഡലിയും ചമ്മന്തി ഒന്നും ലഞ്ചിന് കൊടുത്തയക്കാൻ പറ്റില്ല, അവന് എന്തായാലും ചോറ് വേണം. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞങ്ങളിതേ ഫുഡ് കഴിക്കട്ടെ. ചായയൊക്കെ വെച്ചു. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് ഇനി തുടങ്ങി ചായ കുടിക്കണ്ടെന്ന്. പക്ഷെ എന്തോ മാനസികമായി പറ്റുന്നില്ല. എന്തായാലും ഇന്നും കൂടെ ആവാലേ ചായ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.